വലുത്, രാജ്യത്ത് നിയമമല്ല വലുത്, നീതിയാണ് വലുത്. നിയമം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ നീതി നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ജനപ്രതികൾക്കാണ്. രാജ്യത്ത് നിയമമല്ല വലുത്, രാജ്യത്ത് നീതിയാണെന്ന് പഠിപ്പിച്ചത് നമ്മുടെ പ്രിയങ്കരൻ നമ്മുടെ മഹാത്മജിയാണ്, നമ്മുടെ ബാപ്പുജിയാണ്. ആ രാജ്യത്ത് നീതി നടപ്പിലാക്കാൻ ഇവർ മുന്നിലുണ്ടാവും. അതോടൊപ്പം തന്നെ തെരുവച്ചോളം, തങ്ങളെ തെരുവച്ചോളത്തിന്റെ കാര്യത്തിൽ നിർബന്ധമായിട്ട് ഒരു പരിഹാരം കാണണം. മുഴുവൻ ഭക്ഷ്യവിഷബാധ ഉണ്ടാവുന്നത് തെരുവച്ചോളത്തുനിന്നാണ്. അവിടെ വെള്ളം ടെസ്റ്റ് ചെയ്യുന്ന പേപ്പറില്ല, അവിടെ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഇല്ല, അവിടെ ഒരു പേപ്പറും ഇല്ല, GST സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. തെരുവച്ചോളം രാജ്യത്ത് വ്യാപകമായി നടക്കുക. മുഴുവൻ ഭക്ഷ്യവിഷബാധ ഉണ്ടാണ്. ആ ബീച്ചിലടക്കമുള്ള ഉപ്പിലിട്ടതും ഐസിലിട്ടതും തിന്നിട്ടാണ്. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഉടനെ ഹോട്ടൽ കൂട്ടിക്കുന്ന സമീപനമുള്ളത്. 2 ദിവസം കഴിഞ്ഞാൽ റിപ്പോർട്ട് വരുന്നത് അതിന്റെ മുന്നേ ഹോട്ടലിലെ ഭക്ഷണത്തിൽ നല്ല ഭക്ഷ്യവിഷബാധ ഏറ്റത് അതിന്റെ മുന്നേ കഴിച്ച ഐശ്വര്യത കണ്ടിട്ടാണെന്നുള്ളത്. അപ്പോൾ ഈ പാവപ്പെട്ട ഈ 17 തരം നികുതി അടയ്ക്കുന്ന, 17 തരം നിയമം പാലിക്കുന്ന, വലിയ വാടക കൊടുക്കുന്ന 5-10-12 പണിക്കാരുള്ള ഈ സ്ഥാപനം കൂട്ടിക്കഴിഞ്ഞുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ പ്രചരണം വന്ന് ആ കടയിൽ ഭക്ഷ്യവിഷബാധ ഏറ്റത്, പിന്നെ ആ കടയിൽ കച്ചവടം ഉണ്ടാവില്ല. ഇതൊക്കെ ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റും അവരുടെ അഴിഞ്ഞാട്ടമാണ്. അതുകൊണ്ട് അതിനൊരു കാരണവശാലും അനുവദിക്കരുത്. രാജ്യത്തിന്റെ നന്മമരങ്ങളാണ് വ്യാപാരികള്. ഈ നാടിന് വേണ്ട എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും, ക്ഷേമ പ്രവർത്തനങ്ങളും, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളും ഒക്കെ പൈസ സംഭാവന കൊടുക്കുന്നതാണ്. കഴിഞ്ഞ കോവിഡിന്റെ സമയത്തൊക്കെ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തിയപ്പോ ഒരു കേന്ദ്ര ഫണ്ടും ഇല്ല, ഒരു കേരള ഫണ്ടും ഇല്ല, ഒരു കോർപ്പറേഷൻ ഓൺ ഫണ്ടും ഇല്ല. മുഴുവൻ കച്ചവടക്കാരെ കയ്യിൽ നിന്ന് പിരിവെടുത്തിട്ടാണ് കമ്മ്യൂണിറ്റി കിച്ചൺ ഒക്കെ നടത്തിയത്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ നന്മമരങ്ങളായിട്ടുള്ള, രാജ്യത്തിന്റെ നിയമം പാലിച്ച കച്ചവടക്കാരെ സംരക്ഷിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് എല്ലാവിധ സഹായം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചു നിർത്തുന്നു. ജയ് ഹിന്ദ്.